നല്ല ബെസ്റ്റ് ടൈമിലാണ് പട്ടായ എത്തിയത്. മഴക്കാലമാണ് തായ്ലൻഡിൽ. സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന പട്ടായയിലെ പ്രസിദ്ധമായ മ്യൂസിയം സന്ദർശിച്ചു കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ്. ടൈം ഒരു ഉച്ചരയൊക്കെ ആയിട്ടുണ്ട്. നല്ല വിശപ്പുള്ളതുകൊണ്ട് അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ നീങ്ങി. പോകുന്ന വഴി പല കാഴ്ചകളും ഞാൻ അവിടെ കണ്ടു. തായ്ലൻഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തായ്ലൻഡിനെ ഭരിച്ച രാജാവ് ഭൂമിബോൾ അതുല്യതേജിൻ്റെ ഫോട്ടോയുള്ള കമാനങ്ങൾ അവിടെ ഞാൻ കണ്ടു. 946 മുതൽ 70 വർഷമാണ് അദ്ദേഹം തായ്ലൻഡ് ഭരിച്ചത്. തായ്ലൻഡുകാർക്കൊരു പ്രത്യേക ഇഷ്ടമുള്ള രാജാവ് കൂടിയാണ് രാമ 4 എന്നറിയപ്പെടുന്ന ഭൂമിബോൾ അതുല്യതേജ്. തായ്ലൻഡിലെ ഫേമസ് ആയ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് നാളെയാണ് ഞാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പല രാജ്യത്തും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ ഒന്നും ഇല്ലാത്തൊരു വൈബ് തായ്ലൻഡിലുണ്ട്. അത് സമ്മതിക്കാതെ വയ്യ. പട്ടായയിൽ വന്നു കഴിഞ്ഞാൽ കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ആകർഷണങ്ങളാണ് കടലും നൈറ്റ് ലൈഫും. പക്ഷെ അത് മാത്രമല്ല പട്ടായയിലുള്ളത്, അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ വേറെയുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാനിനി പോകുന്നത്. എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അടുത്ത സ്പോട്ടാണിത്. റോഡിൻ്റെ 2 സൈഡിലും കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾ, മൃഗങ്ങളുടെയൊക്കെ രൂപങ്ങളാണ്. ഈ സ്പോട്ടിൻ്റെ പേര് വരുന്നത് നൂൺ നോച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ എന്നാണ്. 500 ഏക്കറിലധികം വിസ്തീർണത്തിൽ പന്തലിച്ചിരിക്കുന്ന ഒരു ലോകപ്രസിദ്ധ ട്രോപ്പിക്കൽ ഗാർഡനാണിത്. പ്രകൃതിയെയും മനുഷ്യൻ്റെ കൽപ്പനാശക്തിയെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു അത്ഭുത ലോകമാണത്. ഇതിനകത്തേക്കുള്ള എൻട്രി ഫീയും മറ്റ് ഷോയുടെ ഡീറ്റെയിൽസും ചാർജുകളൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കിതിനകത്ത് ചുറ്റി നടന്ന് കാണുന്നതിനായിട്ട്. പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട്, സൈറ്റ് സീയിങ്ങിനുള്ള ബസ്സുകളുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് സൈക്കിള് റെൻ്റ് എടുത്തിട്ടും ഇതിനകത്ത് ചുറ്റി നടന്ന് കാണാൻ പറ്റും. നോങ് നോച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഈ ചൂടും ഈർപ്പമൊക്കെ ഉള്ള പ്രദേശത്ത് വളരുന്ന ചെടികളും മരങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ളൊരു വലിയ ശേഖരം തന്നെയുണ്ട് ഇവിടെ. പിന്നെ ഇത് സ്ഥാപിച്ചത് നോങ് നോച്ച് ടൻസാച്ച എന്ന് പറഞ്ഞൊരു ലേഡിയായിരുന്നു. അപ്പോൾ അവരുടെ പേരിൽ നിന്നാണ് ഈ നോങ് നോച്ച് എന്നുള്ള പേര് ഇതിനിട്ടിട്ടുള്ളത്. ഞാൻ അകത്തേക്ക് നടന്നു. നല്ല ഭംഗിയിൽ അതിനകത്ത് അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ചെടികൾ. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് ഇവരിത് കളക്ട് ചെയ്തിട്ടുള്ളത്. ചെടികൾ മാത്രമല്ല, ഇതിനകത്ത് പല കാഴ്ചകൾ വേറെയുണ്ട്. പട്ടായയുടെ വീഡിയോസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് പൊതുവെ നല്ല ക്രൗഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കാണുക. കാരണം വാക്കിംഗ് സ്ട്രീറ്റ് ആണെങ്കിലും പട്ടായ ബീച്ചാണെങ്കിലും എപ്പോഴും ഭയങ്കര ജനത്തിരക്കുള്ള ഏരിയയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി പട്ടായക്കുള്ളിൽ തന്നെയുള്ള ഒരു കാമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണിത്. ഗാർഡനുള്ളിൽ ബുദ്ധ മൊണാസ്ട്രി പോലെ തോന്നിക്കുന്ന ഒരു ഏരിയ കണ്ടു. പക്ഷേ അത് ക്ഷേത്രമൊന്നുമല്ല, അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. തായ്ലൻഡ് സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിട്ടുള്ളതാണ് ബുദ്ധമതം. ഇവിടുത്തെ ജനങ്ങളുടെ ഭൂരിഭാഗവും ബുദ്ധമത വിശ്വാസികൾ തന്നെയാണ്. ബുദ്ധക്ഷേത്രങ്ങളെ പറയുന്ന പേര് വാട്ട് എന്നാണ്. ബാങ്കോക്കിലും പട്ടായയിലൊക്കെ ഉള്ള ചില ബുദ്ധക്ഷേത്രങ്ങൾ ഞാൻ സന്ദർശിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ചപ്പുറത്ത് ഒരുപാട് ആനകൾ നിരന്ന് നിൽക്കുന്ന കണ്ടു. അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു. തായ്ലൻഡിൻ്റെ ദേശീയ ചിഹ്നമാണ് ആന. അതുപോലെ ബുദ്ധമതങ്ങളിലും അവരുടെ സംസ്കാരങ്ങളിലും ആനയ്ക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ആന ജ്ഞാനത്തിൻ്റെയും ശാന്തതയുടെയൊക്കെ പ്രതീകമാണെന്നാണ് അവർ പറയുന്നത്. ഇതിനുള്ളിലൂടെ നടന്ന് ഭംഗിയുള്ള കാഴ്ചകൾ കാണുക, ഈ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ വരുന്ന ഏതൊരാളുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു എനിക്ക്.
ഞാനും നടന്നു അങ്ങനെ ഒരു ലക്കും ലക്കാനും ഇല്ലാതെ. കുറച്ചുകൂടെ ദൂരം നടന്നപ്പോൾ ഞാൻ അവിടെ മറ്റൊരു ബുദ്ധക്ഷേത്രം കൂടെ കണ്ടു. ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, അവരുടെ സംസ്കാരം കാണിക്കുന്ന ഒരു ഏരിയ. ഒരുപാട് ബുദ്ധ പ്രതിമകളും മറ്റും ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ ബുദ്ധമത വിശ്വാസക്കാർക്കിടയിൽ കൗതുകകരമായ ഒരാചാരമുണ്ട്. അത് ഞാൻ പിന്നീട് ബുദ്ധക്ഷേത്രങ്ങളിൽ ഇവിടെ പോയ സമയത്തെല്ലാം കണ്ടിരുന്നു. അവർ ഈ ബുദ്ധൻ്റെ പ്രതിമകളിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു പാളി ഒട്ടിച്ചു ചേർക്കും. ഗോൾഡ് ലീഫ് എന്നാണ് പറയുക. അത് നമ്മൾ ഈ സ്റ്റാച്ചു നോക്കുന്ന സമയത്ത് അതിലെല്ലാം കാണും സ്വർണ്ണ നിറത്തിലുള്ള സ്റ്റിക്കർ പോലെ. അത് ഒറിജിനൽ സ്വർണ്ണമാണെന്നാണ് പറയുന്നത്. അത് അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഈ ബുദ്ധക്ഷേത്രങ്ങളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ഗോൾഡ് ലീഫ് അവർക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ രസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ കേട്ടത്, ഇങ്ങനെയുള്ള ഗോൾഡ് ലീഫ് ഒട്ടിച്ചു വെച്ച് പല ബുദ്ധ പ്രതിമകൾക്കും 100 കണക്കിന് കിലോ അധികം ഭാരമുണ്ടത്രേ. ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത് ബുദ്ധൻ്റെ ചെറിയ പ്രതിമകളാണ്. പക്ഷെ ചില അമ്പലങ്ങളിൽ ഭീമാകാരമായിട്ടുള്ള ബുദ്ധൻ്റെ പ്രതിമകളുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ദൂരം നടന്നപ്പോൾ അവിടെ സൈറ്റ് സീയിങ്ങിൻ്റെ ബസ് നിർത്തിയിടത്ത് ഞാനെത്തി. ഡ്രൈവർ ടിക്കറ്റ് എല്ലാം വാങ്ങി നോക്കി. കാരണം നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് സൈറ്റ് സീയിങ്ങിൻ്റെ പേയ്മെൻറ്റ് കൂടെ ചെയ്തവർക്കാണ് ഈ സൗകര്യം ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ടിക്കറ്റിൽ അത് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ എന്തായാലും ബസ്സിൽ കയറിയിരുന്നു. ബസ് ഡ്രൈവർക്കും ഗൈഡാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിലെ കാഴ്ചകളൊക്കെ ഡ്രൈവർ തന്നെ മൈക്ക് വെച്ച് വിശദീകരിച്ച് പറഞ്ഞു തരും. പക്ഷേ അവിടെയാണ് ഒരു പറ്റിയത്. യൂറോപ്യൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യത്തു നിന്നുള്ളവരാണ് ആ ബസ്സിൽ ടൂറിസ്റ്റുകളായിട്ടിരിക്കുന്നത്. പക്ഷെ ഡ്രൈവറായിട്ടുള്ള അപ്പൂപ്പൻ തായ് ഭാഷയിൽ അലക്കി വിടുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നട്ടു വളർത്തിയിട്ടുള്ള വൃക്ഷങ്ങളും ചെടികളൊക്കെയാണ് ഈ ഗാർഡനകത്തുള്ളത്. അതിനിടയിൽ ആളുകളുടെയും അതുപോലെ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയൊക്കെ പോലെ രൂപം തോന്നുന്ന നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികളും ഉണ്ടായിരുന്നു. നമ്മളെ ഗൈഡപ്പൂപ്പൻ വണ്ടിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ചെടികളുടെയൊക്കെ പേരുകളായിരിക്കും ചിലപ്പോൾ, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇടയ്ക്ക് തമാശയും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ വണ്ടിയിൽ തായ്ലൻഡുകാരും ഉണ്ട്, അവർ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഊഹിച്ചു തമാശ പറയുന്നതായിരിക്കുമെന്ന്. പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തുള്ള ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഇതിനകത്തുള്ളത് ഈ ചെടികളും മരങ്ങളും ഒന്നും മാത്രമല്ല കേട്ടോ. കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ വേറെ കാഴ്ചകളാണ്. കോൺക്രീറ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മൃഗങ്ങളുടെ രൂപങ്ങൾ, പക്ഷികൾ, പ്രതിമകൾ, അങ്ങനെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഇതിനകത്ത് ഉള്ളത്. ജുറാസിക് പാർക്കാണെന്ന് തോന്നുന്നു. ദിനോസറുകൾ, മുതലുകൾ, എന്തൊക്കെയാണ് അവിടെ. ഇതിനകത്ത് വെഡ്ഡിങ് ഷൂട്ടുകളും അതുപോലെ ചില തായ്ലൻഡ് മൂവികളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് കേട്ടോ ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ മുഴുവൻ ഈ ദിനോസറുകൾ അല്ലെങ്കിൽ ആ കാലത്തുള്ള ജീവികളുടെയൊക്കെ രൂപങ്ങളാണ്. അതിൻ്റെ മുൻപിൽ അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ മൃഗത്തിൻ്റെയൊക്കെ പേരുകൾ അതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ കാട്ടിലുള്ള മൃഗങ്ങൾ, സിംഹങ്ങൾ, കടുവ, അങ്ങനെയുള്ള രൂപങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മറ്റൊരിടത്ത് ചെന്നപ്പോൾ അവിടെ പക്ഷികൾ, പിന്നെ വേറൊരിടത്ത് അവിടെ ഈ ചെറിയ പുൽച്ചാടികൾ, അങ്ങനെ പ്രാണികളുടെയൊക്കെ വലിയ രൂപങ്ങളാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഏരിയ ആയിരിക്കും ഇത്. സൈറ്റ് സീയിങ്ങിൻ്റെ ബസ്സിന് ഓരോ സ്റ്റോപ്പുകളുണ്ട്. ഓരോ ഇടത്ത് കൊണ്ടുപോയി നിർത്തും. അതിനുശേഷം നമ്മളവിടെ ഇറങ്ങി നടന്ന് കാണാം. കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ വന്ന് കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകും. അങ്ങനെയാണ്. അതെ അതെ, പറഞ്ഞ മനസ്സിലായില്ലേ? പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് കഥ? ഭയങ്കര മോശമായിട്ട് തോന്നി. കാരണം ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക? ഇപ്പം ഞാൻ മാത്രമാണെങ്കിൽ ഓക്കെ, ആ വണ്ടിയിൽ തന്നെ പല രാജ്യക്കാരുണ്ട്. എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ ചിരിക്കുകയാണ് കേൾക്കുന്ന സമയത്ത്. പിന്നെ ഇത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമൊന്നുമല്ല. ഒരു ട്രോപ്പിക്കൽ ഗാർഡനാണ്. അവിടെ കാണുന്ന ചെടികളുടെ പേരും അത് ഏത് രാജ്യത്തു നിന്ന് വന്നതാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും പുള്ളി പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മാത്രം. എന്തായാലും എനിക്ക് കാര്യങ്ങളൊന്നും പുള്ളി പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇനി നിങ്ങൾ തന്നെ കണ്ടു നോക്കുക പുള്ളി പറയുന്നത് കേട്ടിട്ട്.
เข้าไปข้างในเลยนะครับฝั่งนู้นเลยตอนนู้นฝั่งนู้นนะครับรับไปมากนะpicture inside the beautiful รับไปมาพี่รับไปมา ไม่เข้าไปเหรอคะ ลงถ่ายภาพไหมครับ ให้ สวนสวยนะตรงเนี้ยเสร็จพอแล้วก็มาหาบัตรรักษาให้ดีเจ้าโน้เทมอยู่ที่ดู അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. ചെടികളും മരങ്ങളും മാത്രമല്ല, അത് വെച്ചിട്ടുള്ള ചെടിച്ചട്ടികളാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളും കാം അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് ഒരു അടിപൊളി പ്ലേസ് തന്നെയായിരുന്നു അത്. ഇതിലൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ മനസ്സൊക്കെ ഒന്ന് റീഫ്രഷ് ആവും. അതുപോലെ അവിടെ ഭംഗിയുള്ള മറ്റൊരു സ്ഥലം കൂടെ കണ്ടു. നല്ല പൂക്കളും ഇങ്ങനെ നീരാവിയുള്ള വെള്ളമൊക്കെ ആയിട്ട് ഒരു താമര പൊയ്ക പോലെയൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു അത്. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ അരപ്പൈമ ഗിഗാസ് എന്നെഴുതിയ ഒരു ബോർഡ് കണ്ടു അവിടെ. ശുദ്ധജലത്തിൽ വളരുന്ന ഭീമൻ മത്സ്യമാണത്. 6 മുതൽ 10 അടി വരെ നീളം വരും ഇതിന്. അതായത് 200 കിലോ വരെയൊക്കെ തൂക്കം വെക്കുന്ന ഒരു വലിയ മത്സ്യമാണത്. അതിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അവിടെ. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദികൾ അത്ര ഇതിൻ്റെ സ്വദേശം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ മാത്രമായിട്ട് ഇതിന് ജീവിക്കാൻ കഴിയില്ല. ഈ മീനുകളുടെ ഉള്ളിൽ നമ്മുടെ ശ്വാസകോശം പോലെ ഒരു അവയവമുണ്ട്. അപ്പോൾ എല്ലാ 10-15 മിനിറ്റ് കൂടുമ്പോഴും ഇത് മുകളിലേക്ക് വന്നിട്ട് ശ്വാസം എടുക്കും. അങ്ങനെയാണ് അത്ര ഇത് ജീവിക്കുന്നത്. ആ തടാകത്തിനോട് ചേർന്ന് ഒരു സ്ത്രീയുടെ ഷോപ്പ് കണ്ടു. അതിൽ ചെറിയ മീനുകളെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് അവിടെയുള്ള സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടുന്ന് മീൻ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ കമ്പിൽ കയറുണ്ട്. ആ കയറിൽ കെട്ടിയിട്ട് താഴെയുള്ള അരപ്പൈമ മീനുകൾക്ക് കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു. മീൻ കെട്ടിയ കമ്പ് ഞാൻ താഴേക്ക് ഇറക്കി. അപ്പോഴാണ് അതിലെ മീനുകളുടെ വലിപ്പം ഞാൻ കണ്ടത്. 200 കിലോ ഒക്കെ ഭാരം വരുന്ന മീനാണ് അത്ര ഇത്. അത് കഴിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചു, ഞാനത് കൊടുക്കാതിരിക്കാനും. അങ്ങനെ 10-15 മിനിറ്റ് നേരം അത് വെച്ച് കളിച്ച് ഞാൻ അവിടെ. ഇത്ര വലുതാണെങ്കിലും ഇവർ മനുഷ്യർക്ക് അത്ര അപകടകാരികളൊന്നുമല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ പുറത്ത് നല്ല കട്ടിയുള്ള ചെതുമ്പലാണ്. അത് ഈ പിരാന മത്സ്യങ്ങളൊക്കെ വന്ന് കടിച്ചു കഴിഞ്ഞാലും അതുപോലും ഏൽക്കില്ല എന്നാണ് പറഞ്ഞത്. അത്രയും ശക്തിയുള്ള, അത്രയും ഹാർഡായിട്ടുള്ള ചെതുമ്പലാണ് ഇതിന്. ഇത്ര വലിയ മീനാണെങ്കിൽ ഇതിന് പല്ലുകളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഈ ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ വിഴുങ്ങിയിട്ടത്രേ ഇത് കഴിക്കുന്നത്. അങ്ങനെ അരപ്പൈമ ഗിഗാസിൻ്റെ ശക്തിക്ക് മുന്നിൽ അവസാനം ഞാൻ അടിയറവ് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള പല മൃഗങ്ങളുടെയും പ്രതിമകൾ റോഡിൻ്റെ ഇരുവശത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കെനിയയിൽ മസായിമാരയിൽ പോയപ്പോഴും കൂടെ ഇത്രത്തോളം മൃഗങ്ങൾ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇത് 10-100 ആയിരക്കണക്കിന് തന്നെയുണ്ട്. ഒരുപാട് മൃഗങ്ങൾ അതിനകത്ത് കണ്ടു. പേര് പോലും കേട്ടിട്ടില്ലാത്ത തരം പല മൃഗങ്ങളെ അതിനകത്ത് കണ്ടു. പിന്നെയും കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരുപാട് ബുദ്ധ പ്രതിമകൾ കണ്ടു. ഇവിടെ ഇങ്ങനെ കാണുന്ന കാഴ്ചകളൊന്നും പറഞ്ഞു തന്ന് കാണിക്കേണ്ടതല്ല. ഇതിങ്ങനെ കണ്ട് അനുഭവിക്കാനുള്ളതാണ്. ഒരു പ്രത്യേക വൈബാണ് ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോൾ അവിടെ ഇറങ്ങി. ഒരു മരത്തിൻ്റെ പാലമുണ്ടായിരുന്നു. അതിലൂടെ നടന്ന് മറുകര എത്തി. അവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു, പിന്നെ ഇരിപ്പിടങ്ങളുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഞാൻ കണ്ട മറ്റൊരു കാഴ്ച, നമ്മൾ കാണുന്ന ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ, ആ പ്രാണികളുടെയൊക്കെ വലിയ രൂപങ്ങളായിട്ട് അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു ബുദ്ധി തന്നെ അല്ലേ. ഇതൊക്കെ ആരുടെ മണ്ടയിലൊന്ന് ആശയമാവും. എന്തായാലും രസമായിട്ടുണ്ട്. പുഴുക്കളുടെയും പ്രാണികളുടെയും സാമ്രാജ്യം തന്നെയായിരുന്നു അത്. പലതരം പ്രാണികൾ. നോക്കുമ്പോൾ തന്നെ എന്തോ പോലെ ഇൻഡസ്ട്രിയൽ വർക്കാണ് തോന്നുന്നത്. ഇരുമ്പ് കൊണ്ട് ചെയ്ത് ആണിത്. കമ്പിയുടെ കയ്യും കാലൊക്കെയാണ് അതിനുള്ളത്. പ്രാണികളുടെ ഒരു വണ്ടർലാൻഡ് തന്നെയാണല്ലേ. ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത ഏരിയയിലേക്ക് നീങ്ങി. ഇതെന്താ സ്നോവിയോൾ എന്ന് വെച്ചാൽ വെള്ളിമൂങ്ങയാണോ? അതും പകൽ വെളിച്ചത്തിൽ ഇത്രത്തോളം മൂങ്ങകൾ. അവിടെ ഫ്രഞ്ച് ഗാർഡൻ എഴുതി വെച്ച് കാണുന്നുണ്ട്. ഇതിനി ഫ്രഞ്ചുകാരുണ്ടാക്കിയതാണോ എന്നറിയില്ല. ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ശില്പങ്ങൾ കോൺക്രീറ്റിൽ പണിതാണെങ്കിലും അതിൽ ഫൈബർ കോട്ടിംഗ് ഉണ്ട് അത്രേ. അത് ഈ വെയിലും മഴയൊക്കെ കൊണ്ട് അതിൻ്റെ കളർ പോകാണ്ടിരിക്കാനും മെയിൻ്റനൻസ് കോസ്റ്റ് കുറക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടും പെർഫെക്റ്റായിട്ടും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം.
ഇതിലൂടെ ഇങ്ങനെ ഒരുപാട് സമയം ചുറ്റി നടന്ന് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇത് ചുമ്മാ കാണാനുള്ളൊരു സ്ഥലമല്ല, അനുഭവിക്കാനുള്ള ഒരിടമാണ്. ഒരു യാത്ര കഴിഞ്ഞ് പോകുന്ന സമയത്ത് മനസ്സിൽ കൊണ്ടുപോകാനുള്ള ഒരു അനുഭവമാണ്. അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെയുള്ളൊരു കഫേയിൽ കയറിയിട്ട് ഒരു തായ്ലൻഡ് സ്പെഷ്യൽ ടീ കുടിച്ചു. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് അവിടുന്ന് യാത്ര തിരിച്ചു. ഇന്നെൻ്റെ തായ്ലൻഡിലെ ആദ്യത്തെ ദിവസമാണ്. ബാങ്കോക്കിൽ വിമാനം ഇറങ്ങി നേരെ പട്ടായയിൽ വന്ന് ഇവിടെ കാഴ്ച കാണാൻ തുടങ്ങിയതാണ് രാവിലെ മുതൽ. ഇതുവരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല, ബാഗെല്ലാം വണ്ടിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നേരെ ഹോട്ടലിലേക്ക് വണ്ടി വിട്ടു. പട്ടായയിലെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ശാന്തമായ ബീച്ചുകളാണ്. ആ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് എൻ്റെ ഹോട്ടൽ വരുന്നത്. ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം പട്ടായയുടെ രാത്രി ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് കാണാനിറങ്ങാൻ. പട്ടായയിലുള്ള വാക്കിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകപ്രസിദ്ധമാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.